എല്ലാവർക്കും നമസ്കാരം. സൈനോ നീറ്റ് പി ജി കൗൺസിലിങ്ങിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൗൺസിലിങ്ങിൻ്റെ എലിജിബിലിറ്റീനെ പറ്റിയിട്ടാണ്. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, കൗൺസിലിംഗ് എല്ലാത്തിനെയും പറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്. കൗൺസിലിംഗ് സമയത്ത് നമ്മൾ കൗൺസിലിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ എന്താണ്, അതിന് മുൻപ് രജിസ്റ്റർ ചെയ്യണം, ചോയ്സ് ഫില്ല് ചെയ്യണം, എങ്കിലേ നമ്മളുടെ ആ സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിലും ചോയ്സ് ഫില്ലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ്, അതിന് മുൻപ് തന്നെ നമുക്ക് എലിജിബിലിറ്റി, റാങ്ക് പോസിബിലിറ്റി എല്ലാത്തിനെയും പറ്റി മനസ്സിലാക്കണ്ടേ. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെയും പറ്റിയൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സൈനഡ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ എലിജിബിലിറ്റി, ഓൾ ഇന്ത്യ ആയാലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിലായാലും അവിടെയുള്ള എലിജിബിലിറ്റീനെ പറ്റിയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായി നമ്മൾ നോക്കുന്നതാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഇതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കിക്കേ, സെറ്റ് 1 പറയുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ESI 50% സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ ഇതുണ്ടല്ലോ, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, മൈസൂർ മെഡിക്കൽ കോളേജ്, ലക്നൗയിലെ KGMO, അതുപോലെയുള്ള ടോപ്പിവാല, അതേപോലെയുള്ള മെഡിക്കൽ കോളേജ് എല്ലാം എന്താണ്, 50% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രി കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നൊന്ന് നോക്കിക്കേ, MD MS ഡിപ്ലോമ കോഴ്സസ് ആണ്. അപ്പോൾ ഇതിൽ കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട തന്നെയാണ്. എലിജിബിലിറ്റി ഓൾ ക്വാളിഫൈഡ് നീറ്റ് PG കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പം നമ്മൾ കട്ട് ഓഫ് സ്കോഴ്സ് കണ്ടു. അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സീറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ആ ഒരു ബോക്സ് കണ്ടല്ലേ, ആ ടേബിളാർ ബോക്സ്, അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നില്ലേ, ഈ ബ്ലൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് റിസർവേഷൻ കേട്ടോ. റിസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ SC ST OBC എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ജനറൽ സീറ്റ്സും ഒക്കെ റിസർവേഷൻ്റെ ഈ ഹൈലൈറ്റ് ചെയ്തതിൽ നമുക്കറിയാൻ പറ്റേ, അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമതായി നമ്മൾ നോക്കുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, DU എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, BHU എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, AMU എന്ന് പറയുന്നതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, IP. അപ്പോൾ അവിടെ ഉള്ളവർക്കും എന്ത് ചെയ്യുന്നു, 50% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെയും കോഴ്സസ് വന്നിട്ട് നമ്മുടെ MD MS PG ഡിപ്ലോമ കോഴ്സസ് ആണ്. കോട്ട വന്നിട്ട് ഓൾ ഇന്ത്യ കോട്ടയാണ്. അപ്പോൾ ഈ ബ്ലൂവിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിസർവേഷൻ ഉള്ളതിലും എന്താണ് ഈ സീറ്റ് ആപ്ലിക്കബിൾ ആവണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെയും എലിജിബിലിറ്റി, നീറ്റ് PG എക്സാം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോക്കിക്കേ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി ഉണ്ട് റാഞ്ചിയിൽ. അവിടെ വന്നിട്ട് 100% സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് മുൻപ് കണ്ടല്ലോ, നോക്കിക്കേ, ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ എന്താണ് 50% സീറ്റാണ് ഓൾ ഇന്ത്യക്ക് കൊടുക്കുന്നത്. അതേസമയം നോക്കിക്കേ, നമ്മുടെ റാഞ്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി എന്ന് പറഞ്ഞാൽ അവരുടെ 100% സീറ്റും ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോഴ്സ് ഏതാണ്, MD MS ആണേ. കോട്ട വന്നിട്ട് ഓൾ ഇന്ത്യ കോട്ടയാണ്. എഗെയിൻ നീറ്റ് PG പരീക്ഷ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഓൾ സീറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് കോട്ട ഓർ NRI കോട്ട, 100% സീറ്റും അവർ എന്താണ്, സീറ്റ്സ് അണ്ടർ ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ ആ ഒന്നാമത്തെ വീഡിയോ നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അതായത് എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ 45ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിലെന്താണ് 85% മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്, 15% NRI കോട്ടയുണ്ട്. പിന്നെ എന്താണ് ഈ ജെയിൻ മൈനോറിറ്റി സീറ്റ്സ്, മുസ്ലിം മൈനോറിറ്റി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ, പിന്നെ ഡൽഹിയിലെ മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ എന്താണ് ഈ മൈനോറിറ്റി സീറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഡീംഡ് യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടേതായ സ്വന്തം യൂണിവേഴ്സിറ്റീസാണ്. അതായത് എക്സാംസ്, ഷെഡ്യൂൾസ് എല്ലാം ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഇവിടെയും എന്താണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഓൾ ക്വാളിഫൈഡ് നീറ്റ് PG കാൻഡിഡേറ്റ്സ്. അതായത് നിങ്ങൾ നീറ്റ് PG പരീക്ഷ ക്വാളിഫൈഡ് ആണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ 100% സീറ്റും അണ്ടർ DNB
ഇത് 100% സീറ്റാണ് കൊടുക്കുന്നത്. അതിലെ ഡിഗ്രി നോക്കിക്കുക, DNB ഡിഗ്രി, NB ഡിപ്ലോമ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ മാക്സ് വരും, ഗംഗാറാമൊക്കെ വരും. ഈ ഗംഗാറാമൊക്കെ സൂപ്പറാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ട് റേഡിയോ ഡയഗ്നോസിസ് എല്ലാം അടിപൊളിയാണ്. ഒരുപാട് പേര് ഇത് പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട്. ഒരു വിത്തിൻ 1K ഒക്കെയാണ് റാങ്ക് കിട്ടുന്നവർ പെട്ടെന്ന് ഫില്ലായി പോകും. നമ്മുടെ ഗംഗാറാമൊക്കെ ടോപ്പ് ഹോസ്പിറ്റൽസ് ആണ്. ഇവിടത്തെ നോക്കിക്കുക നിങ്ങൾ വന്നിട്ട് കോട്ട വന്നിട്ട് DNB കോട്ട ആണ്. ഇവിടുത്തെ എലിജിബിലിറ്റി വന്നിട്ട് ഓൾ ക്വാളിഫൈഡ് നീറ്റ് PG കാൻഡിഡേറ്റ്സ് തന്നെയാണ്. പിന്നെ അടുത്ത് നോക്കിക്കേ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ESI, അവിടെയും 50% സീറ്റ് അണ്ടർ DNBക്ക് പോകുന്നുണ്ട്. അവിടെയും ഡിഗ്രി ഏതാണ്? DNB ഡിഗ്രി. ഇവിടെ വന്നിട്ട് NBMS ഡിപ്ലോമയാണ്. കോട്ടയം DNB കോട്ട സീറ്റ്സ്. അവിടെ എലിജിബിലിറ്റി എന്താണ്? ഓൾ ക്വാളിഫൈഡ് നീറ്റ് PG കാൻഡിഡേറ്റ്സ് അക്രോസ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ക്വാളിഫൈഡ് ആണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, AMU. അവർ 50% ഓഫ് സീറ്റ്സ് അണ്ടർ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. 50%. അത് ഏതൊക്കെയാണ് കോഴ്സ് എന്ന് നോക്കിക്കേ, MD, MS, PG ഡിപ്ലോമ തന്നെയാണ്. അവിടുത്തെ കോട്ട വന്നിട്ട് നോക്കൂ, ഡൽഹി യൂണിവേഴ്സിറ്റി കോട്ടയുണ്ട്, ബനാറസ് BHU കോട്ട, അതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കോട്ട. AMU കോട്ട എന്ന് പറയുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കോട്ട. IP കോട്ട, IP എന്ന് പറയുന്ന മനസ്സിലായില്ലേ, IP നമ്മുടെ VMMC ഒക്കെ വരും. ഇവിടെ നോക്കിക്കുക, എലിജിബിലിറ്റി വന്നിട്ട് ഓൺലി കാൻഡിഡേറ്റ്സ് വിത്ത് MBBS ഫ്രം റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റി. അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടികൾക്കാണ്. ഈ AMU നമ്മുടെ BHUവിനൊക്കെ ഒരു ക്ലോസ് ഉണ്ട് 2-3 ഇയേഴ്സ്. അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് റീസെൻറ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഡിസൈനർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് AFMS ഇൻസ്റ്റിറ്റ്യൂട്ട്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. അവിടെയും ഡിഗ്രി കോഴ്സ് ഏതാണ്? MD MS ആണ്. കോട്ട വന്നിട്ട് കോട്ടയിൽ ഇവിടെ കാണിക്കുന്നതുണ്ടോ, പ്രയോറിറ്റി 1 to പ്രയോറിറ്റി 5 അണ്ടർ AFMS അലോട്ട്മെൻറ്റ്സ്. ഇത് ഞാൻ ഡീറ്റെയിലി ആയിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. AFMSൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ്? നമ്മുടെ MCC വഴിയാണ്. MCC തന്നെയാണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി അവർ തന്നെയാണ് അലോട്ട്മെൻറ്റ് എല്ലാം ഇടുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റിന് ശേഷം നമ്മൾ ആ കോളേജിൽ പോവാം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ AFMC പൂനെ ആണെങ്കിൽ അവിടെ ഡയറക്റ്റായിട്ട് പോകുമ്പോൾ ഫിറ്റ്നസ് അവിടെ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫിറ്റ്നസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരുപാട് ഫെയിലിയർ റേറ്റ് ഈ ഫിറ്റ്നസ്സിന് ശേഷം കണ്ടുവരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റിയുടെ ബേസിസിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഡീറ്റെയിലി പറഞ്ഞു തന്നല്ലോ, പ്രയോറിറ്റി 1 ആർക്കാണ്, പ്രയോറിറ്റി 2 ആർക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പ്രയോറിറ്റി 5 വരുന്നത്. ഈ പ്രയോറിറ്റി 5 മെയിൻലി സിവിലിയൻ ഡോക്ടേഴ്സ്. അതായത് 1, 2, 3, 4 പ്രയോറിറ്റിയിൽ ഒന്നും നിങ്ങളില്ലെങ്കിലാണ് ഈ 5th പ്രയോറിറ്റിയിൽ പെടുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രയോറിറ്റി 5 ഒക്കെ ആകുമ്പോഴേ ക്ലിനിക്കൽ സീറ്റ്സ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ നമ്മൾ സൈനറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അവസാനം അതായത് സ്ട്രെയിലൊക്കെ ഈ സിവിലിയൻ ഡോക്ടേഴ്സിനൊക്കെ കിട്ടിയതേ ഒരു പാത്തോളജി സീറ്റൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് സ്ട്രെയിൽ തന്നെ DNB ഡെർമറ്റോളജി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സിവിലിയൻ ഡോക്ടർ നമ്മുടെ കാറ്റഗറി, അതായത് പ്രയോറിറ്റി നമ്പർ 5 വന്നത് മെയിൻലി നോൺ ക്ലിനിക്കൽ ബ്രാഞ്ചസ് ആയിരുന്നു, അനാട്ടമി, ഫിസിയോളജി അങ്ങനെ. അപ്പോൾ ഈ പ്രയോറിറ്റി 5 ആക്ച്വലി ക്ലിനിക്കൽ സീറ്റ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന ആ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്നാലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം നമുക്ക് ഈ സ്ട്രെയിലൊക്കെയാണ് അവസാനം ഒഴിഞ്ഞു വന്ന ഒരു സീറ്റ് പോയതാണ് ഈ DNB ഡെർമറ്റോളജി. പിന്നെയും സ്ട്രെയിൽ വന്ന പാത്തോ ഒക്കെയാണ്. അപ്പം സിവിലിയൻ ഡോക്ടേഴ്സിന് കിട്ടുന്നത് നോൺ ക്ലിനിക്കൽ സീറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്ന് പറയുന്നത് MCC ആണ്. MCC എന്ന് പറയുമ്പം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിൽ വരും. അണ്ടർ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കിയാലോ. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് സ്റ്റേറ്റ് കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ESI
50% ഓഫ് സീറ്റ്സ് അണ്ടർ സ്റ്റേറ്റ് കോട്ട. 50% സീറ്റ് എന്ത് ചെയ്യും? സ്റ്റേറ്റ് കോട്ടയ്ക്ക് കൊടുക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലെ ഞാൻ പറഞ്ഞില്ലേ 50% സീറ്റ് എന്തോ ചെയ്യും? ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കൊടുക്കും. ബാക്കി അവരുടെ 50% സീറ്റ് എന്താണ്? സ്റ്റേറ്റ് കോട്ട. സ്റ്റേറ്റ് കോട്ടയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ESA എല്ലാം അവരുടെ 50% സീറ്റ് സ്റ്റേറ്റ് കോട്ടയ്ക്ക് കൊടുക്കും. അപ്പോൾ ഡിഗ്രി കോഴ്സസ് നോക്കിക്കേ, MD MS PG ഡിപ്ലോമ തന്നെയാണ്. കോട്ട വന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കോട്ടയാണ്. എലിജിബിലിറ്റി വന്നിട്ട് സ്റ്റേറ്റ് വൈസ് എലിജിബിലിറ്റി റൂൾ. സ്റ്റേറ്റ് പറയുന്ന ആ എലിജിബിലിറ്റി റൂൾസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിലാണ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ കൗൺസിലിംഗ് വന്നിട്ട് സ്റ്റേറ്റ് കൗൺസിലിംഗ് തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് സ്റ്റേറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റേറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100% സീറ്റ് അലോട്ടഡ് ബൈ സ്റ്റേറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഗവൺമെൻറ് കോട്ട ഓർ മാനേജ്മെൻറ്റ് കോട്ട ആസ് പെർ സ്റ്റേറ്റ് പോളിസി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ഇല്ലേ, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് അവരുടേതായ യൂണിവേഴ്സിറ്റി ഉണ്ട്, എല്ലാം അവരുടെ കൺട്രോളാണ്. അപ്പോൾ സ്റ്റേറ്റിന് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഈ അല്ലാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ സ്റ്റേറ്റിൻ്റെ കീഴിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഈ സ്റ്റേറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ 100% സീറ്റും അലോട്ട് ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ് വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ കോട്ടയും എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് കോട്ട തന്നെയാണ്. മാനേജ്മെൻറ്റ് കോട്ട വരാം. എലിജിബിലിറ്റി വന്നിട്ട് സ്റ്റേറ്റ് വൈസ് എലിജിബിലിറ്റി റൂൾസ് ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടുവിനൊക്കെ സെപ്പറേറ്റ് കൗൺസിലിംഗ് ആണ് നടത്തുന്നത് ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് ഇൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നമുക്ക് നോക്കുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് മെഡിക്കൽ കോളേജുകളിലെ അവിടെ വന്നിട്ട് 50% DNB സീറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സിനുള്ള 50% സീറ്റിലേക്കും അഡ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയാണ്. അതിൻ്റെ ഡിഗ്രി വന്നിട്ടാണ് DNB പോസ്റ്റ് MBBS / NB ഡിപ്ലോമ. കോട്ട വന്നിട്ട് DNB ഇൻ സർവീസ് സീറ്റ്സ് ഫോർ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എലിജിബിലിറ്റി എന്താണ്? ആർക്കാണ് ഇത് കയറാൻ പറ്റുന്നത് നോക്കിക്കേ. ഓൺലി ഫോർ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ്. എലിജിബിലിറ്റി റൂൾസ് മേ വേരി ആസ് പെർ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ് അനുസരിച്ച് എലിജിബിലിറ്റി റൂൾസും മാറും. ഇത് മെയിൻലി ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഒന്ന് മനസ്സിലാക്കി, നമ്മുടെ IRHSലൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഇപ്പം സപ്പോസ് ഒരു 4 സീറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ 2 സീറ്റ് പോകുന്നത് ഓൾ ഇന്ത്യക്ക് പോകും. ബാക്കി 2 സീറ്റ് എന്ന് പറയുന്ന ആർക്കാണ്? ഇവർക്കുള്ള റിസർവേഷനാണ്, ഈ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സിനുള്ള റിസർവേഷൻ. അവരുടെ സ്റ്റേറ്റിൽ തന്നെ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടാണ് അതിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നത്. ഇതിലൊരു സുവർണ്ണ അവസരം എന്ന് വെച്ചാൽ കുറച്ച് നല്ല ബിഗ് റാങ്ക് ആണെങ്കിൽ, ഒരു 70K ഒക്കെ ആണെങ്കിൽ എന്താണ് കിട്ടാൻ വളരെയധികം ചാൻസ് ആണ്. ഇത് മെയിൻലി ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഗവൺമെൻറ് സർവീസിലുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ഈ ഇൻ സർവീസിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും ആസ് പെർ സ്റ്റേറ്റ് റൂൾസാണ്. ആ റൂൾസ് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ഇൻ സർവീസിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി എത്ര വർഷമാണ് സർവീസിലിരിക്കേണ്ടത് അതെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ സൈനേറിനെ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്റ്റേറ്റ് വൈസ് എലിജിബിലിറ്റി റൂൾസ് ഉണ്ടെന്ന്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതാ പറയുന്നുണ്ടോ, ഫോർ ഗവൺമെൻറ് കോട്ട സീറ്റ്സ് ഇൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് MBBS സ്റ്റേറ്റ്. അതായത് നിങ്ങൾ MBBS അവിടെ പഠിച്ചവരാണോ എന്നുള്ള ആ പ്രൂഫിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഡൊമിസൈൽ ഓർ റെസിഡൻറ്റ്, നിങ്ങൾ അവിടെ താമസിച്ചുള്ളവരാണോ എന്നൊക്കെ ചില സ്റ്റേറ്റ്സ് നോക്കാറുണ്ട്. അതേപോലെ തന്നെ നേറ്റീവ് ഓർ ഒറിജിൻ സ്റ്റേറ്റ്, നിങ്ങൾ ആ സ്റ്റേറ്റിൽ ജനിച്ചവരാണോ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കാണിയല്ലോ നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, അതെല്ലാം സ്റ്റേറ്റ് നോക്കാറുണ്ട്. പിന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ, നിങ്ങൾ അവിടെ പഠിച്ചവരാണോ, നിങ്ങളുടെ 12 വർഷം സ്കൂൾ കാലയളവിൽ നിങ്ങൾ അവിടെ പഠിച്ചു എന്നും സ്റ്റേറ്റ് നോക്കാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് യു ആർ എംപ്ലോയ്ഡ് ഇൻ ഗവൺമെൻറ് സർവീസ്, നിങ്ങൾ അവിടെ ആ സ്റ്റേറ്റിൽ തന്നെ സർക്കാരിൽ ഗവൺമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ അതും പരിഗണിക്കുന്നുണ്ട്. പിന്നെ പാരൻസ് റെസിഡൻസ്, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ മാതാപിതാക്കൾ അവിടത്തുള്ളവരാണോ, ഡൊമിസൈൽ അവിടെയാണോ, അവിടെ താമസിച്ചിട്ടുണ്ടോ, നേറ്റിവിറ്റി, പിന്നെ ഒറിജിൻ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, എഗെയിൻ പാരൻസിൻ്റെ എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ്, അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ സ്പൗസ് MBBS, കേട്ടോ, നിങ്ങളുടെ സ്പൗസ് MBBS അവിടെയാണോ ചെയ്തത് എന്നൊക്കെ നോക്കുന്നുണ്ട്. ചിലതൊക്കെ എന്ന് വെച്ചാൽ ചില സ്റ്റേറ്റ്സിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ആനുകൂല്യങ്ങൾ ആ സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം ഓരോ സ്റ്റേറ്റ് വൈസ് എലിജിബിലിറ്റി റൂൾസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ
അടുത്ത നമ്മൾ നോക്കുന്നതാണ് സ്റ്റേറ്റ് കൗൺസിലിങ്സിൽ ക്യാൻ ബി എലിജിബിൾ. ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ ടെലഗ്രാമിലൊക്കെ കാണാറുണ്ട്. ക്യാൻ ബി എലിജിബിൾ ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഒരാൾക്ക് തന്നെ മോർ ദാൻ വൺ സ്റ്റേറ്റ് പറ്റുമോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില സ്റ്റേറ്റുകളിൽ ഓപ്പൺ സീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ഓപ്പൺ സീറ്റ്സ്, കുറേ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഞാൻ പറഞ്ഞു. അവിടെ അവർ ഓപ്പൺ സീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ സീറ്റ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെ നിന്നുള്ളവരാണോ നിങ്ങളുടെ സ്റ്റേറ്റ് പോരാഞ്ഞ്, ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് വെച്ചോ, കേരളത്തിലാണ്, പക്ഷേ ഞാൻ മറ്റൊരു സ്റ്റേറ്റിലും കൂടെ ഞാൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ എനിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ്, 2 സ്റ്റേറ്റ് പറ്റത്തില്ലേ? പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നോ കാറ്റഗറി റിസർവേഷൻ ഇഫ് അതർ ദാൻ ഓൺ സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ കേരളത്തിൽ ഈഴവയാണ്. അപ്പോൾ എനിക്ക് കേരളയിൽ എന്താണ് OBC നോൺ ക്രിമിനലിയറിൽ ഈഴവയുടെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കേരളയിൽ നിന്ന് തന്നു. കേരള നമ്മുടെ വില്ലേജ് ഓഫീസറിൻ്റെ നിന്ന് മേടിക്കാമല്ലോ. ഫോർ സ്റ്റേറ്റ് പേർപ്പസ് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പം കേരളത്തിൻ്റെയാണ്, എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതേസമയം ഞാൻ പോയിട്ട് വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിലുള്ള ഈഴവയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കാണിച്ചാലേ പറ്റുമോ? അതേ കാറ്റഗറി റിസർവേഷൻ പറ്റുമോ? ഇല്ല. അതേസമയം ഓൾ ഇന്ത്യയിലാണെങ്കിൽ എങ്ങനെയാണ്? OBC എന്നാണ് അല്ലേ? അപ്പോൾ അതെന്ന് പറയുമ്പോൾ തഹസീൽദാറിൽ നിന്ന് മേടിക്കുന്ന ഫോർ സെൻട്രൽ പേർപ്പസ് ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാം അതർ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയാലോ ഒന്ന്? ഇതാ നോക്കിക്കേ, അതർ കൗൺസിലിംഗ് IRHS എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടേത്. പിന്നെ ESI ഓഫീസേഴ്സ് ഹാവ് സെപ്പറേറ്റ് കൗൺസിലിംഗ് റെസ്പെക്റ്റീവ്ലി ഫോർ 50% DNB സീറ്റ്സ് ഇൻ റെയിൽവേ ഹോസ്പിറ്റൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% സീറ്റ് DNB സീറ്റ്സ് റെയിൽവേ ഹോസ്പിറ്റൽസിലുണ്ട്. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ല ബിഗ് റാങ്ക് ആണെങ്കിലും കിട്ടാനുള്ള സുവർണ അവസരമുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡോക്ടേഴ്സ് എനിക്ക് പേഴ്സണലി അറിയാം ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് DNB സ്പോൺസേർഡ് സീറ്റ്സ്. എവിടെയെന്ന് വെച്ചാൽ അതാണ് പോസ്റ്റ് MBBS ഡിഗ്രിയാണ്. ഫോർ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ഹു സ്പോൺസേർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദാറ്റ് ഈസ് ഓൾസോ കണ്ടക്റ്റഡ് ബൈ നമ്മുടെ NBMS തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ് ഇൻ സർവീസ് സീറ്റ്സ് ആസ് എ സെപ്പറേറ്റ് കൗൺസിലിംഗ് എലിജിബിലിറ്റി ചെക്ക് വിത്ത് എംപ്ലോയർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻ സർവീസിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്. ഓരോ സ്റ്റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ എത്ര വർഷമാണ് സർവീസിൽ ഇരുന്നത് അതെല്ലാം നോക്കുക, എത്രയാണ് സർവീസിൽ ഇരിക്കേണ്ടത്, എന്നാലേ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും. ആ എലിജിബിലിറ്റി എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് പോസിബിലിറ്റീസ് ആൻഡ് ഡിസൈഡിങ് ദ കൗൺസിലിംഗ് ടു രജിസ്റ്റർ ഫോർ. അതായത് നമുക്ക് ഒരു റാങ്ക് ഉണ്ട്, ആ റാങ്ക് ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ റാങ്ക്സ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഈ റാങ്കിന് എവിടെ കിട്ടും, ഏത് കോളേജ് കിട്ടും, കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഡേറ്റ അല്ലേ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കും. അപ്പോൾ ഈ റാങ്കിന് എത്ര പോയി, അതിൽ നിന്നാണ് നമുക്ക് ഒരു കറക്റ്റായിട്ടല്ലേ നമുക്കൊരു നല്ലൊരു ഇൻഫോർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ, പോസിബിലിറ്റീസ് ആൻഡ് ഡിസൈഡിങ് ഓൺ ദ കൗൺസിലിംഗ്. അപ്പോൾ കണ്ടോ, അലോട്ട്മെൻറ്റ് ആൻഡ് ക്ലോസിംഗ് റാങ്കിനെ പറ്റിയിട്ടാണ്. ഫോർ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, സ്റ്റേറ്റ് കൗൺസിലിംഗ് ഓഫ് ഗവൺമെൻറ് കോട്ട എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ക്ലോസിംഗ് റാങ്ക് അറിയുന്നതെന്ന് വെച്ചാൽ നമുക്ക് PDFs അവൈലബിൾ ആണ്. നമുക്ക് വേണം ഗവൺമെൻറ് NBAയുടെ സൈറ്റിൽ പോകുമ്പോൾ തന്നെ ഒത്തിരി PDFs ഇല്ലേ, നമുക്ക് ആ PDFs ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, എത്ര ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തിരിക്കുമ്പോൾ ടൈമും കൺസ്യൂം, ഒത്തിരി സമയം വേസ്റ്റ് ആവും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാവും. അപ്പോൾ അതേസമയം എന്താണ്, നമ്മൾ സൈനേഡ് പോർട്ടലിൽ കയറിയാൽ ഒരു കൊടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എന്താണ്, എല്ലാം ഓൺ ദ സ്പോട്ട് ഫിംഗർ ടിപ്സിൽ എല്ലാം കിട്ടുന്നതാണ്. അതാണ് നമ്മൾ സൈനേഡിൻ്റെ ഏറ്റവും വലിയ മഹത്വം കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ക്ലോസിംഗ് റാങ്ക്സ് അറിയാൻ പറ്റും. അതിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു റാങ്ക് 10,000 ആണെന്ന് വെച്ചോളൂ. 10,000 ആണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് ലാസ്റ്റ് പോയത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കും. ഇപ്പോൾ സപ്പോസ് ഒരു മെഡിക്കൽ കോളേജിൽ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഒരു 5 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് വെച്ചോ. അപ്പോൾ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 സ്ട്രേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കും കഴിഞ്ഞ കൊല്ലത്തിൽ എത്ര വരെ പോയി, ഏത് റാങ്ക് വരെ പോയി, ഇങ്ങനെ നോക്കും. അപ്പോൾ എൻ്റെ ഇത് 10,000 ആണ്. അപ്പോൾ ലാസ്റ്റ് പോയത് ഒരു 15,000 പോയി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലേ, 15,000 വരെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റാങ്ക് 10,000 ആണ്, അതുകൊണ്ട് എനിക്ക്
തീർച്ചയായിട്ടും കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്ലോസിംഗ് റാങ്ക് കഴിഞ്ഞ കൊല്ലം പോയത് 1000 ആണ്. ഇപ്പോൾ എൻ്റെ റാങ്ക് 20,000 ആണെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൊല്ലം ഉറപ്പിക്കാമോ? അല്ലെ, ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റാസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇപ്പോൾ ഒരു സപ്പോസ് ന്യൂക്ലിയർ മെഡിസിൻ ആണ് നോക്കുന്നതെന്ന് വെച്ചോ. ന്യൂക്ലിയർ മെഡിസിനിൽ 1-2 സീറ്റൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ 2 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സപ്പോസാണ് ഞാൻ പറയുന്നത്, 14,000 കിട്ടിയ ഒരാൾ ന്യൂക്ലിയർ മെഡിസിൻ സീറ്റ് എടുത്തു. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലത്തിന് ഞാൻ ഡേറ്റ വെച്ച് നോക്കി ഞാനൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലം ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു 13,000 ആയിരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, 13,000 അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് 100% എനിക്കിവിടെ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ സാധ്യതകളുണ്ട്. ചിലപ്പം ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ സ്റ്റേറ്റിലുള്ള മറ്റൊരു കുട്ടി ഒരു 8,000 ഒക്കെ ഉള്ളൊരു കുട്ടിയായിരിക്കും. അപ്പോൾ കുട്ടി വിചാരിക്കണം എന്തായാലും എൻ്റെ സ്റ്റേറ്റ് അല്ലേ, എനിക്ക് ന്യൂക്ലിയർ മെഡിസിൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ കുട്ടിക്ക് എടുക്കാം. അപ്പം നമുക്കെന്താണ് 100% ഇങ്ങനെ തന്നെ സംഭവിക്കും, ഈ സീറ്റ് ഇങ്ങനെ തന്നെ പോവും, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കെന്താണ് കഴിഞ്ഞ ഡേറ്റയിൽ നിന്ന് നമുക്കൊരു ഇവാലുവേഷൻ, നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ, എത്രയൊക്കെ പോയി, ഏതൊക്കെ റേഞ്ചാണ്, നമുക്ക് എന്തായാലും ഒരു ഐഡിയ, നല്ലൊരു ഐഡിയ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കിയാലോ, ഇവിടെ ഫാക്ടേഴ്സ് ഇൻ സീറ്റ് ഇൻക്രീസ്, ചേഞ്ച് ഇൻ ദ കാറ്റഗറി ഓഫ് സീറ്റ്, അതിനെ പറ്റിയാണ്. ഫാക്ടേഴ്സ് ഇൻ സീറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ സീറ്റ് ഇൻക്രിമെൻറ്റിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾക്ക് NMC എല്ലാ വർഷവും സീറ്റ് ഇൻക്രിമെൻറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് NMCന്ന് എല്ലാ സീറ്റിനും അഫിലിയേഷനൊക്കെ കിട്ടി സീറ്റ് കിട്ടും എന്നൊരു കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് NMCന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ സീറ്റ് ഇൻക്രിമെൻറ്റിനെ പറ്റിയൊക്കെ നമുക്ക് അതൊക്കെ കറക്റ്റാണ്, അതൊക്കെ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് എല്ലാ കൊല്ലവും അവർ സീറ്റ് ഇൻക്രിമെൻറ്റിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് NMC പറയുകയാണ്, ഇതാ ഇത്ര എല്ലാത്തിനും അഫിലിയേഷൻ കൊടുത്തിട്ടുണ്ട്, NMCയുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു, ഇതാ ഇത്ര സീറ്റ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാങ്ഷൻഡ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അപ്പോഴേ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ പറയുന്നത് കണ്ടോ, ചേഞ്ച് ഇൻ കാറ്റഗറി ഓഫ് ദി സീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഒരു സീറ്റ് ഒരു കോഴ്സാണെന്ന് വെച്ചോളണേ. ആ ഒരു കോഴ്സ് ഒരു കഴിഞ്ഞ കൊല്ലം ഒരു 10,000-ന് പോയി. 10,000-ന് പോയപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു OBC ആണെന്ന് വെച്ചോ. അപ്പോൾ OBC 10,000-ന് ആ റാങ്ക് ആ സീറ്റ് OBCക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ റാങ്ക് ഈ പ്രാവശ്യം 9,000 ആണെന്ന് വെച്ചോ. അപ്പം ഞാൻ വിചാരിക്കണം എന്തായാലും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലേ ചിലപ്പം ആ ഒരു OBC എന്ന് പറയുന്ന കാറ്റഗറി കൊടുത്തില്ലേ, അത് ചിലപ്പോൾ ഈ കൊല്ലം OBCക്ക് ആയിരിക്കത്തില്ല, ചിലപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലായിരിക്കാം പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമുക്ക് സീറ്റ് മാട്രിക്സ് വരുമ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് അക്കോമഡേറ്റ് ഫോർ ഇൻക്രീസ് ഇൻ സീറ്റ്സ്. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ചേഞ്ച് ഇൻ റൂൾസ് ഓഫ് പോളിസീസ്. അപ്പോൾ ഓരോ കൊല്ലവും റൂൾസിൽ ചേഞ്ചസും പോളിസീസിലൊക്കെ ചേഞ്ചസ് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈനോഡ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് സൈനോഡ് പോർട്ടൽ വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് എന്ത് സംശയം ഉണ്ടെങ്കിലും സൈനോഡിൽ വിളിക്കാം, നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. നമ്മൾ എല്ലാ റീസെൻ്റ് അപ്ഡേറ്റ്സും നമ്മൾ ഫുൾ സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളെ. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് ഫീസ്, സ്റ്റൈഫൻ, സർവീസ് ബോണ്ട് ആൻഡ് പെനാൽറ്റി. ഫീസ് ഇതാണ് കോളേജസിൻ്റെ ഫീസ്, എല്ലാം നമ്മുടെ സൈനൈഡ് പോർട്ടലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റൈഫൻഡ് നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കർണാടകയിലും ആന്ധ്രാപ്രദേശിലെ ഈ സ്റ്റൈഫൻഡൊക്കെ ഇറഗുലറാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോന്നായിരിക്കും. അതപ്പോൾ ഒരു കറക്റ്റായിട്ട് അവരൊരു ഇൻഫോർമേഷൻ തരാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അത് കൊടുക്കാനായി പറ്റാത്തത്. അതാണ് ആ ഏരിയയിൽ, ചില ഏരിയയിൽ ബ്ലാങ്ക് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ആ സ്റ്റൈഫൻഡ് കൊടുക്കുന്നത് ഇറഗുലർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്ത സർവീസ് ബോണ്ട് അറിയാമല്ലോ. നമ്മളിപ്പം ഇപ്പോൾ AFMC ആണ് സപ്പോസ് എടുക്കുകയാണെങ്കിൽ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ UG കഴിഞ്ഞ് വരികയാണെങ്കിൽ എന്താണ് 5 കൊല്ലം സർവീസ് ബോണ്ട് ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ള ചില കോളേജിൽ ESIയുടെ ബോണ്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പം PG ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ സർവീസ് ബോണ്ട് ഇത്ര കൊല്ലമാണ്, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെനാലിറ്റി, ഇപ്പോൾ അത് ഒത്തിരി പേര് ചേരാറുണ്ട്, എന്താണ് ജോയിൻ ചെയ്തു പക്ഷേ അവർക്ക് പറ്റുന്നില്ല, ഭയങ്കര ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ ബ്രാഞ്ച് പറ്റുന്നില്ല,
ഒരുപാട് വിഷമിച്ച് അല്ലേ ആ ഡ്രോപ്പ് ചെയ്യുന്ന ആ സമയത്ത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബോണ്ട് പെനാലിറ്റി പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ MD ഡിഗ്രി ഒക്കെ ആണെങ്കിൽ 50 ലക്ഷത്തോളം ബോണ്ട് പെനാൽറ്റി വരുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർവീസ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം അത് ഓരോ സ്റ്റേറ്റിനും ലക്ഷങ്ങളാണ്. ചിലയിടത്ത് 20 ലക്ഷം, 25 ലക്ഷം, 30, ഓൾമോസ്റ്റ് 50 ലക്ഷം വരെയും ഉണ്ട് കേട്ടോ, അതും മനസ്സിലാക്കണേ. പിന്നെ സീറ്റ് ഇവാലുവേഷൻ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ സീറ്റ് ഇവാലുവേഷൻ്റെ എഫേർട്ട് ഫുള്ളും എടുക്കാനുള്ളത് നിങ്ങൾ തന്നെയാണ്, കാൻഡിഡേറ്റ്സ് ആണ്. കാരണം നമ്മുടെ ഈ കൗൺസിലിംഗ്, ഈ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കുക. കാരണം ചിലവരുടെ പ്രയോറിറ്റി എങ്ങനെയായിരിക്കും, ബ്രാഞ്ച് ആയിരിക്കും, ചിലവർ നോക്കുന്ന ലൊക്കേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം, എനിക്ക് ഒരു ചോയ്സ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങ് പോകാം. പക്ഷെ അങ്ങനെയാണോ? നമ്മളാണ് അവിടെ പഠിക്കുന്നത്, നമ്മുടെ ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എന്താണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ചോയ്സ് ലിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ 85% നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ചോയ്സ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുക. പക്ഷേ അത്രത്തോളം എഫേർട്ട് ഇടുന്നതിന് എന്താണ്, അത്രത്തോളം ഫലം കിട്ടുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്. നോക്കിയാലോ ഒന്ന്. വാട്ട് ആർ ദ എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ്സ് ഓൾ ഇന്ത്യ ജോയിനിങ്ങിൽ ആസ് പെർ നമ്മുടെ മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റി പറയുന്ന പ്രകാരം നമുക്ക് നോക്കാമേ. ഫസ്റ്റ്, അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ നമുക്ക് അഡ്മിഷൻ ആകുമ്പോൾ തന്നെ എന്താണ്, വെബ്സൈറ്റിൽ NBAയുടെ വെബ്സൈറ്റിൽ വന്നോളും അലോട്ട്മെൻറ്റ് ലെറ്റർ. അത് ഉടനെ PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ NEET PGയുടെ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ ചിലവർ കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട്, ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ കാണുന്നില്ല, അപ്പോൾ എന്തോ ചെയ്യാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അതെല്ലാം ഇപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ എടുത്ത് വെച്ചോളണം. കാരണം പിന്നെ അതിൻ്റെ ആ ഒരു ടാബ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് NBAക്ക് മെയിൽ ചെയ്തിട്ട് അതിന് കുറച്ച് പ്രോസസ്സുണ്ട്. മെയിൽ ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോസസ്സുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ അല്ലേ, നമുക്ക് PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പിന്നെ വീണ്ടും സ്ട്രെസ് ഔട്ട് ആവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് PDF ആക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നതാണ് റിസൾട്ട്സ് റാങ്ക് ലെറ്റർ. നിങ്ങളുടെ റിസൾട്ട് വന്നത്, ആ റാങ്ക് ലെറ്റർ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാർക്ക് ഷീറ്റ് ഓഫ് ദ MBBS എക്സാമിനേഷൻ്റെ മാർക്ക് ഷീറ്റ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എല്ലാ മാർക്ക് ഷീറ്റും അവർ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഒറിജിനലാണ്, അതെല്ലാം കരുതണം. പിന്നെ MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, നമ്മുടെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്. പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മെയിൻലി നമ്മുടെ ഇപ്പോൾ 2025 പാസ് ഔട്ട് ആയവർക്കായിരിക്കും ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ ഈ പെർമനൻറ്റ് രജിസ്ട്രേഷൻ. കാരണം അത് ഓൾമോസ്റ്റ് 1 മന്ത് ആവും നമുക്ക് ഈ പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തോളൂ, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് നിങ്ങളുടെ കോളേജിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ ഇത് കംപ്ലീറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ഇത് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ്. പിന്നെ അടുത്തതായി നമ്മൾ നോക്കുന്നതാണ്, ഞാൻ ഇത് പറഞ്ഞല്ലോ, പ്രൊഫഷണൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് എത്രയും പെട്ടെന്ന്, കാരണം ഒരു ചില സ്റ്റേറ്റിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ചില സ്റ്റേറ്റിൽ ഓൾമോസ്റ്റ് 1 മന്ത് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ബ്രേക്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് എത്രയും പെട്ടെന്ന് അതെല്ലാം ശരിയാക്കണം. പിന്നെ ഉള്ളതാണ് SSLC, HSC സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യുന്നത്. പിന്നെ ID പ്രൂഫ്, ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പേയ്മെൻറ്റ്, ചില സ്ഥലത്തൊക്കെ DDയുടെ ഇതിലായിരിക്കാം നമ്മുടെ ഫീസ് പേ ചെയ്യുന്നത്, നെഫ്റ്റിൻ്റെ ഇതിലായിരിക്കാം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒത്തിരി എടുത്തോളൂ, കാരണം എല്ലായിടത്തും ആവശ്യം വരുന്ന ഒരു കാര്യം തന്നെയാണ് പാസ്പോർട്ട് ഫോട്ടോ.
പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഫോട്ടോസ്റ്റാറ്റും കൂടെ വെച്ചോളൂ. കാരണം അതെപ്പോഴും കോളേജസിന് പല ടൈമും അവർ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് കോപ്പീസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് അതർ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കൈവശം വെക്കേണ്ടതെന്നും ഒക്കെയാണ്. ആദ്യം നോക്കിക്കേ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ് ഹാസ് ടു ബി OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മളെങ്ങനെയാണ് തഹസിൽദാർ എന്നാണ് കിട്ടുന്നത്. ഫോർ സെൻട്രൽ പേർപ്പസ് എന്നാണ്. നമ്മൾ കേരള സ്റ്റേറ്റ് ഒക്കെ ആകുമ്പോൾ എന്താണ്, ഫോർ സ്റ്റേറ്റ് പേർപ്പസ് ആയിരുന്നു, അത് വില്ലേജ് ഓഫീസറിൻ്റെ നിന്നായിരുന്നു. ഇത് തഹസീൽദാറിൻ്റെ നിന്നാണ് ഫോർ സെൻട്രൽ പേർപ്പസ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചോളണം. പിന്നെ OBC ആണെങ്കിൽ OBCയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അതേസമയം SC ST എക്കണോമിക്കലി വീക്കർ സെക്ഷൻ PWD സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ചില സ്റ്റേറ്റൊക്കെ ഉണ്ടല്ലോ 3-4 ആഴ്ച എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതെല്ലാം നേരത്തെ തന്നെ കളക്ട് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പറയുന്നത് സജസ്റ്റ് ടു ടേക്ക് വൺ ഇഷ്യൂഡ് ആഫ്റ്റർ April 1, 2024. കാരണം നമ്മുടെ March 31 നമ്മുടെ ഫിനാൻഷ്യൽ എൻഡിങ് ഇയർ. അത് നിങ്ങൾക്കറിയാമല്ലോ, എൻഡിങ് ഇയർ. അപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്, ഈ ടെലിഗ്രാമിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ ഓൾറെഡി ഒരു 31-ൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ചെയ്യും. നിങ്ങളുടെ അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ഒരു വർഷം കളഞ്ഞിട്ടായിരിക്കാം, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് എന്താണ് ഇപ്പോൾ ഒരു റാങ്ക് കിട്ടിയത്. അപ്പോൾ ഈ റാങ്കിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ്, അതായത് നമുക്കൊരു ഇതുപോലത്തെ ഉള്ള OBC അങ്ങനെയൊക്കെ ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ അത് സത്യത്തിലൊരു നമുക്കൊരു പ്ലസ് പോയിൻ്റ് അല്ലേ, നമുക്ക് ഒരു സീറ്റ് കിട്ടാൻ അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സമയം നമ്മൾ കുറേ ആർഗ്യുമെൻസും ആയിട്ട് വന്നാൽ ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക. അപ്പോൾ ഇതെന്താണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എന്താണ്, ഇഷ്യൂഡ് ആഫ്റ്റർ April 1. അപ്പോൾ ഒത്തിരി പേര് പറയും, അല്ല എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പ്രശ്നമില്ലായിരുന്നു, അതിന് മുൻപൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ അതിൻ്റെ പിറകെ ഒന്നും പോകരുത്. നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോവാം. ആഫ്റ്റർ April 1, 2024 തന്നെ ആയിരിക്കണം സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളണം. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാസ് ടു ബി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണം. പിന്നെ PWD സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഡിസബിലിറ്റി സെൻറ്റേഴ്സ് ഇല്ലേ, 10-16 ഡിസബിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിസബിലിറ്റി സെൻറ്റേഴ്സിൽ നമ്മൾ പോയിട്ടാണ് അതിൻ്റെയൊക്കെ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് ഇത് നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ കൗൺസിലിംഗ് തുടങ്ങുന്നതിനൊരു 10 ദിവസം മുൻപ് വന്നോളും PWDയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് അതനുസരിച്ചാണ്, നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസബിലിറ്റി സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് ഫിറ്റ്നസിൻ്റെ ഒക്കെ നോക്കുന്നത്. അത് വിട്ടുപോകരുത്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഫോർ NRI. ഇപ്പോൾ NRIയുടെ പ്രയോറിറ്റിയിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്ക് അത് സംബന്ധമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സൈനോണിനെ കോൺടാക്ട് ചെയ്യും. നമ്മൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ, US NRI നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അവരുടെ പ്രയോറിറ്റിയിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അതേസമയം നിങ്ങൾക്ക് ജെയിൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഈ മൈനോറിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും വേണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജെയിൻ മൈനോറിറ്റി നമ്മളുടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ റിസർവേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ജെയിൻ മൈനോറിറ്റിയുടെ സീറ്റ്സ് ഉണ്ട്, മുസ്ലിം മൈനോറിറ്റിയുടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏനപ്പോയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഈ സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം. അല്ലാതെ മുസ്ലിം മൈനോറിറ്റി സീറ്റ്സ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ എടുത്ത് വെച്ചോളണം. പിന്നെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് മെയിൻലി മഹാരാഷ്ട്രയിലൊക്കെയാണ് ചോദിക്കുന്നത്. അത് വലിയ പ്രൊസീജിയർ ആയിട്ടില്ല, നമുക്കൊരു ഹാഫ് ഡേ കൊണ്ട് ചെയ്യാവുന്നതായിട്ടേ ഉള്ളൂ. അപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ചോദിക്കും. അതുകൊണ്ട് അതും നിങ്ങൾ മഹാരാഷ്ട്രയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മറക്കരുത്. പിന്നെ ബോണ്ട് സബ്മിഷനും ചില സ്റ്റേറ്റുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതും നിങ്ങൾ എന്തായാലും കരുതിയിരിക്കണം.
പിന്നെ ഗെറ്റ് ഓൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ PDF ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ ചെറിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നീറ്റ് PG സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ എല്ലാ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണല്ലോ അവിടെ ഹാജരാക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് ഒരു 5-6 കോപ്പി എടുത്ത് കയ്യിൽ വെച്ചോളൂ. കാരണം വെച്ചാൽ നമുക്ക് ഓരോ സമയം നമ്മുടെ കോളേജിൽ ചോദിച്ചുകൊണ്ടിരിക്കും ഈ ഡിക്ലറേഷൻ ഫോം, ലൈക്ക് NMCയുടെ ഒക്കെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഡിക്ലറേഷൻ ഫോം ഫാക്കൽറ്റീസ് PGസിൻ്റെ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ആ സമയം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് അവിടെ വെച്ചു നമ്മുടെ കയ്യിൽ കോപ്പി ഇല്ലാതെ വരികയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അത് തേടി നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അതിന് മുൻപ് തന്നെ എല്ലാ ഒറിജിനലിൻ്റെ എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൈവശം വെച്ചാൽ നമുക്ക് അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് അതർ സർട്ടിഫിക്കറ്റ്സ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മഹാരാഷ്ട്രയിലൊക്കെയാണ് വരുന്നത്. അത് നമുക്ക് ക്യാൻ ബി ഡൺ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ MBBS സ്റ്റഡി സർട്ടിഫിക്കറ്റ്, അത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, അത് എന്തായാലും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അറ്റംപ്റ്റ് സർട്ടിഫിക്കറ്റ്, ചില സ്റ്റേറ്റുകാർ അറ്റംപ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ പാസിംഗ് സർട്ടിഫിക്കറ്റ്, MBBS പാസ് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റും നമ്മുടെ കോളേജസിൽ നിന്ന് കിട്ടും. പിന്നെ MCA റെക്കഗ്നേഷൻ ലെറ്റർ, ഇത് മെയിൻലി നമ്മുടെ കർണാടകയിലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് NMC പോർട്ടലിൽ പോയിട്ട് അവിടെ ഒരു കോഴ്സസിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് സംബന്ധമായ എന്തെങ്കിലും സംശയമുണ്ടോ, സൈനഡ് സബ്സ്ക്രൈബേഴ്സ് ആണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ അപ്ലൈയിങ് ഫോർ ദി സ്റ്റേറ്റ് ത്രൂ നേറ്റിവിറ്റി, റെസിഡൻസി, ഡൊമിസൈൽ ക്രൈറ്റീരിയ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നമ്മുടെ ഡൊമിസൈൽ നിങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ടോ, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം വേണം. പിന്നെ സ്റ്റേറ്റ് കാറ്റഗറി, കമ്മ്യൂണിറ്റി. സ്റ്റേറ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ OBC കേരളത്തിലാണ്, ഹിന്ദു, OBC ഈഴവയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് മെയിൻലി നമ്മുടെ വില്ലേജ് ഓഫീസറിൻ്റെ നിന്ന് തന്നെ കിട്ടും ഫോർ സ്റ്റേറ്റ് പേർപ്പസ്. അക്ഷയ വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC എല്ലാം. പിന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സർട്ടിഫിക്കറ്റും എന്തൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങളുണ്ടോ അതെല്ലാം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വേണം. നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ പോരാ, നമുക്ക് ആ സർട്ടിഫിക്കറ്റ്സ് കറക്റ്റായിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസർവേഷന് നമ്മളെ പരിഗണിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നോക്കിക്കേ, MBBS ബോണ്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ചില സ്റ്റേറ്റുകളിലൊക്കെ MBBS ബോണ്ടൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പം ഇത് ESA ആണെങ്കിൽ ഇത്ര വർഷം ബോണ്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ബോണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ജോയിൻ ചെയ്യാൻ വന്നു എന്നൊക്കെ ഉള്ള ആ പ്രൂഫ് എല്ലാം നിങ്ങൾ കാണിക്കണം. പിന്നെ സർവീസ് സർട്ടിഫിക്കറ്റ് ആൻഡ് നെസസറി പ്രൂഫ് ത്രൂ പ്രോപ്പർ, അതായത് ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സർവീസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിക്കണം. പിന്നെ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് സീറ്റ് ഉണ്ടെന്ന് സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സിന്, അപ്പോൾ അവരുടെ സ്റ്റൈഫൻഡ് ആക്ച്വലി ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം, പക്ഷേ സ്റ്റൈഫൻഡ് അപ്പോളോ വഴിയല്ല, അല്ലാതെ തന്നെ ഇവരുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇൻ സർവീസ് ആയതുകൊണ്ട് അതുവഴി അവർക്ക് റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് 3 വീഡിയോ ഉണ്ട്, അതിൽ നമ്മൾ പ്രോസസ് ആൻഡ് സീക്വൻസ് ഓഫ് കൗൺസിലിംഗ്, അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ റൂൾസ് എങ്ങനെയാണ് അതെല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് അടുത്ത വീഡിയോ വരുന്നത്. സോ ഇതുവരെ നിങ്ങളോടൊപ്പം സംസാരിച്ചത് ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനഡ്.